ജയരാജണ്ണനു തിമിരം എം.വി. ജയരാജണ്ണനു തിമിരം മങ്ങിയ കളറുകൾ കണ്ടു തുടങ്ങി കണ്ണടകൾ വേണം കണ്ണടകൾ വേണം. തന്നെ ജയരാജൻ ചേട്ടൻ ഒരു നിറവും കൃത്യമായിട്ട് കാണാൻ കഴിയുന്നില്ല. വല്ലാത്ത മങ്ങല്. അതാണ് ഇപ്പോഴത്തെ ആരോഗ്യ പ്രശ്നം. നിങ്ങൾ അറിഞ്ഞില്ലേ? ഫേസ്ബുക്കിൽ വിശദമായിട്ടൊരു കുറിപ്പൊക്കെ പുള്ളിക്കാരൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചുരുക്കി ഒന്ന് വായിക്കാമേ. മുഴുവനും വായിക്കാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും തീരെ സമയമില്ല. അതുകൊണ്ട് ഫേസ്ബുക്ക് കുറിപ്പിന്റെ ഒരു ചുരുക്കം ഞാൻ തരാം. തുടക്കത്തിൽ തന്നെ സ്വന്തം ആരോഗ്യ പ്രശ്നമാണ് പുള്ളിക്കാരൻ സൂചിപ്പിക്കുന്നത്. ആദ്യ വർഷം തന്നെ നിറം മങ്ങിയ ഓണാഘോഷം. പ്രായം കൂടിക്കൂടി വരികയല്ലേ ചേട്ടാ. നല്ലൊരു നേത്രരോഗ വിദഗ്ധനെ കണ്ടാൽ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. വെച്ചുകൊണ്ടിരുന്നാൽ ഗുരുതരമാകും കേട്ടോ, പറഞ്ഞേക്കാം. ശരീരത്തിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല, മനസ്സിന്റെ സമാധാനക്കേട് കൊണ്ടുകൂടി ഓണാഘോഷത്തിന്റെ നിറം മങ്ങിയതായിട്ടൊക്കെ കാണാൻ സാധ്യതയുണ്ട്. വിജയനെയും മകളെയും മരുമകനെയും ഒക്കെ കൂടോടെ ഈടി തൂക്കിയിരിക്കുകയല്ലേ. അതിൻ്റെ ഒരു നിറം മങ്ങൽ സ്വാഭാവികമായിട്ടും ഓണത്തിന് നിങ്ങൾക്കുണ്ടാവും. ജനങ്ങൾക്ക് ഏതായാലും നല്ല കളർഫുൾ ഓണം തന്നെയാണ് ഇത്തവണ. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നതാണ് പഴമൊഴി തന്നെ. LDF ഭരണകാലത്ത് കാണം വിൽക്കാതെ തന്നെ നാം ഓണം ഉണ്ടിരുന്നു. അതായത് ഇത്തവണ ഓണം ഉണ്ണാൻ വേണ്ടി കയ്യിലുള്ള കാണവുമായി മലയാളികൾ ചന്തയിൽ ചെന്ന് ക്യൂ നിൽക്കുകയാണ് അല്ലേ ജയരാജൻ ചേട്ടാ? ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം. ഈ ഓണക്കാലത്ത് സാധാരണക്കാരന്റെ കീശ ചോരാതെ കാക്കാൻ സർക്കാർ വിപണികൾ നടത്തിയ ഇടപെടൽ ജനങ്ങൾ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. വലിയ സൂപ്പർ മാർക്കറ്റുകളെയും മാളുകളെയും പോലും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ആധുനിക സൗകര്യങ്ങളോടെയാണ് ഇത്തവണ സപ്ലൈകോ ഓണച്ചന്തകൾ ഒരുക്കിയത്. കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകുന്ന അത്രയും മികച്ച രീതിയിലാണ് ഓരോ ഉൽപ്പന്നങ്ങളും സ്റ്റാളുകളിൽ അണിനിരത്തിയിരിക്കുന്നത്. പൊതുവിപണിയിലെ വിലക്കയറ്റം തടഞ്ഞ് പകുതി വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങളും അരിയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ സപ്ലൈകോയ്ക്കും റേഷൻ കടകൾക്കും സാധിച്ചിട്ടുണ്ട്. സബ്സിഡി സാധനങ്ങളുടെ കൃത്യമായ വിതരണവും വലിയ വിലക്കുറവും കാരണം വൻ ജനത്തിരക്കാണ് ഇപ്പോൾ സപ്ലൈകോ സ്റ്റാളുകളിലും ഓണച്ചന്തകളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഈ വലിയ സ്വീകാര്യതയുടെ ഫലമായിട്ട് സപ്ലൈകോയുടെ ഓണക്കാല വിൽപ്പന ഇതിനകം തന്നെ 200 കോടി രൂപയും കടന്ന് വൻ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരൻ ഓണക്കാലം ആഘോഷമാക്കാൻ സർക്കാർ ഒരു തുണയായി മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ പവർ കൂടിയ പ്രത്യേക മോഡൽ കണ്ണട തന്നെ വേണ്ടി വരും ചേട്ടാ. കഴിഞ്ഞ സർക്കാരിൻ്റെ 10 വർഷവും വിലക്കയറ്റം പിടിച്ചു നിർത്തിയും പെൻഷനുകളും ബോണസും കൃത്യമായി വിതരണം ചെയ്തും ഓണാഘോഷം ഗംഭീരമാക്കാൻ കഴിഞ്ഞു. പിന്നെ പിണറായി വിജയൻ നാക്കുകൊണ്ട് ഗംഭീരമായിട്ട് വിലക്കയറ്റം പിടിച്ചു നിർത്തി. വല്ലാത്ത ഒരു കപ്പാസിറ്റി തന്നെ ആയിരുന്നേ. പോലീസുകാർക്കും ഹരിതകർമ്മസേനക്കാർക്കും ഒക്കെ ഇത്തവണ ഇരട്ടിയോളം ബോണസ് കൊടുത്തത് അണ്ണൻ്റെ കാഴ്ചക്കുറവ് കൊണ്ട് കണ്ടിട്ടില്ല കേട്ടോ. സപ്ലൈകോ കൃത്യമായിട്ട് വിപണിയിൽ ഇടപെടൽ നടത്തി വിലക്കയറ്റത്തെയും പിടിച്ചു നിർത്തിയിരിക്കുക. അതും കണ്ടറിയാൻ പാവത്തിന് കാഴ്ചശക്തി ഇല്ലാതെ പോയി. എല്ലാ വിധത്തിലും ഓണനാളിൽ ജനങ്ങളെ പ്രയാസപ്പെടുത്തുകയാണ് UDF സർക്കാർ. ഓണാഘോഷത്തിനിടയിലും ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ നമുക്ക് പ്രതിഷേധിക്കാം. കൈരളിക്കും ദേശാഭിമാനിക്കും ഇടതുപക്ഷത്തിനും മാത്രമാണ് ചേട്ടാ പ്രയാസം. ഇവിടെ നാട്ടുകാർക്കൊന്നും ഒരു പ്രയാസവും ഇല്ല. വേറെ പണിയൊന്നും പ്രത്യേകിച്ചില്ലല്ലോ. അതുകൊണ്ട് വേണമെങ്കിൽ കുത്തിയിരുന്നങ്ങ് പ്രതിഷേധിച്ചോ. അതിന് പൊതുജനത്തെ ഏതായാലും കൂട്ടുപിടിക്കണ്ട. ഓണത്തിരക്കിനിടയിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രതിഷേധിക്കാം പോലും. പിന്നെ ചേട്ടാ, വിജയനും കുടുംബത്തിനും ഇത്തവണ ഓണം ഇല്ലാത്തത് കൊണ്ട് നിങ്ങളും പ്രത്യേകിച്ച് ആഘോഷത്തിനൊന്നും പോകണ്ട കേട്ടോ. ആ ദുഃഖത്തിൽ പങ്കുചേർന്ന് താഴെയുള്ള അടിമകൾക്ക് മാതൃകയാകും. ഞങ്ങൾ ജനങ്ങൾക്ക് ഇരുണ്ട 10 വർഷക്കാലത്തിന് ശേഷം മനോഹരമായ ഒരു ഓണക്കാലം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആഘോഷിക്കണം. 10 കൊല്ലത്തിന് ശേഷം ശ്രീ VD സതീശൻ കാരണം ശ്രീമതി ടീച്ചർ പോലും ഒന്ന് സന്തോഷിച്ചിരിക്കുകയാണ് ഈ ഓണക്കാലത്ത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കണ്ണുരുട്ടും ആട്ടും ധിക്കാരവും അഹങ്കാരവും തലക്കനവും മാത്രം കുറേ വർഷങ്ങൾ അനുഭവിച്ചിട്ട് ഇപ്പൊ പുതിയൊരു യുഗത്തിലേക്ക് കടന്ന പ്രതീതിയാണ് ഇവിടെ ജനങ്ങൾക്ക്. ഒരോണാശംസ നാട്ടുകാരോട് പറയണമെങ്കിൽ പോലും ആരെങ്കിലും എഴുതി കൊടുത്ത് നോക്കി വായിക്കേണ്ട ഗതികേടായിരുന്നു. അതായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ ശേഷി. ഒന്നും ഓർക്കാൻ വയ്യേ. അല്ല ജയരാജൻ ചേട്ടാ, നിങ്ങൾ പറഞ്ഞു തകർക്കുന്നുണ്ടല്ലോ UDF സർക്കാർ വന്ന് വിലക്കയറ്റത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു, LDF സർക്കാരായിരുന്നപ്പോൾ കാണം വിൽക്കാതെ തന്നെ ഓണം ഉണ്ണാമായിരുന്നു എന്നൊക്കെ. നിങ്ങൾ 10 വർഷം മുമ്പ് ഭരണത്തിൽ കയറിയ സമയത്തുണ്ടായിരുന്ന വിലവിവരങ്ങളും ഭരണം നഷ്ടപ്പെടുന്നതിന് തൊട്ടു മുൻപ് വരെയുള്ള വിലവിവരങ്ങളും തമ്മിൽ താരതമ്യം ചെയ്തൊന്ന് വിശദീകരിക്കാമോ? റെഡിയാണോ?
ഓണത്തിന് നിറം മങ്ങിയത്രേ. ഇത്തവണത്തെ ഓണം വിജയന്റെ കുടുംബത്തെ കൂടാതെ വേറെ ആർക്കെങ്കിലും നിറം മങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ലഹരി കച്ചവടക്കാർക്കാ. പിന്നെ ഇപ്പൊ കൈയിട്ട് വാരാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ചിലർക്കൊക്കെ മങ്ങലുണ്ടാവും. ഏതായാലും ഞങ്ങൾക്കാർക്കും ഒരു മങ്ങലും ഇല്ല. ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ കേരളത്തെ നമ്പർ 1 ആക്കിയ മുതലുകളൊക്കെയാ ഇപ്പോൾ പുതിയ സർക്കാർ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ വിമർശിക്കാൻ എഴുന്നള്ളുന്നത്. ഭരണത്തിന്റെ ഗുണം കൊണ്ട് ജനങ്ങൾ ചെവിക്ക് പിടിച്ച് എല്ലാത്തിനെയും മൂലക്കിരുത്തിയില്ലേ. എന്നിട്ടും നാട്ടുകാരെ ക്ഷണിക്കുക, വാ നമുക്ക് പ്രതിഷേധിക്കാമെന്ന്. വല്ലാത്ത തൊലി. പബ്ലിക്കായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ മുറി അടച്ചിരുന്ന് മോങ്ങു മനുഷ്യ. നാട്ടിലിപ്പോൾ നടക്കുന്ന ഒറ്റ കാര്യങ്ങളും കൃത്യമായിട്ട് ഇവരാരും അറിയുന്നില്ല. കാരണം വാർത്തകൾ അറിയാൻ വേണ്ടി ആശ്രയിക്കുന്നത് കൈരളിയെയും ദേശാഭിമാനിയും അല്ലേ. അതൊന്ന് മാറ്റി പിടിച്ചാൽ തന്നെ പകുതി കാഴ്ച റെഡിയാകും. അല്ല, വേറൊരു കാര്യമുണ്ട്. നിന്ന നിപ്പിൽ ഷൂന്നും പറഞ്ഞല്ലേ 35ലേക്ക് താണത്. മങ്ങും. പൂവിനും പൂമ്പാറ്റയ്ക്കും പ്രഥമനും ഉൾപ്പെടെ ഇത്തവണ എല്ലാത്തിനും നിറം മങ്ങും. പിന്നെ തിരുവോണത്തിന് ഇലയിൽ ചോറ് വിളമ്പുമ്പോൾ അതെങ്കിലും കാണാനുള്ള കാഴ്ച വേണമെങ്കിൽ ഇപ്പോഴേ ഏതെങ്കിലും നല്ല ഡോക്ടറെ പോയി കണ്ടോ അണ്ണാ. ഓട്.